എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് പിറ്റേ ദിവസം അവളുടെ കമ്പനിയായ ക്രോഫ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറി ചെല്ലാനായി പോയ ലോറയെ അവളുടെ വേഷമൊക്കെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് ആവട്ടെ, അതെ കൊറിയറൊക്കെ അപ്പുറത്താണ്. ഇത് കേട്ട ലോറയാവട്ടെ, ഞാൻ അന്നയെ കാണാനായിട്ടാണ് വന്നതെന്ന് പറയുമ്പോ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് അയാൾ ചോദിക്കുകയാണ്. ഇല്ലെന്ന് പറയുമ്പോ റിസപ്ഷനിസ്റ്റ് അവളുടെ പേര് ചോദിക്കുന്നുണ്ട്. ലോറ ക്രോഫ്റ്റ്. ഇത് കേട്ടത് അയാളാവട്ടെ അന്തം വിട്ട് അവളെ നോക്കുന്നുണ്ട്. ഈ കമ്പനി മുതലാളിയെ അവരാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അടുത്ത സീനില് എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ടിരിക്കുന്ന ലോറയാണ് കാണിക്കുന്നത്. അടുത്ത് തന്നെ അന്നയും ഒരു വക്കീലും ഉണ്ട്. സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കാനായിട്ടുള്ള ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വക്കീൽ അയാളുടെ പെട്ടിയിൽ നിന്നും ഒരു ബോക്സ് വെളിയിൽ എടുക്കുന്നത്. ഇത് കാണുന്ന ലോറയാവട്ടെ, ഇത് അച്ഛൻ്റെതല്ലേ? അതേന്ന് വക്കീല് പറയുമ്പോ ഇതൊരു ജാപ്പനീസ് പസിലാണെന്നും പറഞ്ഞ് ലോറ അത് മേടിക്കുകയാണ്. ഇത് എഗ്രിമെന്റ് സൈൻ ചെയ്ത ശേഷമാണ് തരാനുള്ളത്. നടപടി അനുസരിച്ച് എഗ്രിമെന്റ് ആണ് ആദ്യം സൈൻ ചെയ്യേണ്ടത് എന്ന് വക്കീല് പറയുന്നുണ്ട്. ലോറയുടെ അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തെ കാണാതാവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചതും ആ എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷം ലോറയ്ക്കായി ഈ ബോക്സ് കരുതി വെച്ചിരുന്നതും. ഇങ്ങനെയുള്ള പസിലൊക്കെ സോൾവ് ചെയ്യുന്നതിന് ലോറ മിടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വക്കീല് പറയുന്നൊന്നും കേൾക്കാതെ അവൾ അപ്പൊ തന്നെ ആ പസിൽ സോൾവ് ചെയ്യാണ്. അത് സോൾവ് ചെയ്യുന്നതും ആ പസിലിലെ വേറൊരു അറ തുറക്കുന്നുണ്ട്. എന്താണെന്ന് ലോറ നോക്കുമ്പോൾ അതിൽ അവളും അച്ഛനായിട്ടുള്ള ഒരു പഴയ ഫോട്ടോയും ഒരു താക്കോലും പിന്നെ ഒരു ചെറിയ ലെറ്ററും ഉണ്ട്. ഈ പസിലിന്റെ അകത്ത് ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ അന്നയും വക്കീലും അന്തം വിട്ടിരിക്കുന്നുണ്ട്. ലോറ ആ ലെറ്റർ തുറന്ന് വായിക്കുകയാണ്. അവസാന ലക്ഷ്യസ്ഥാനത്ത് നിന്നുള്ള എന്റെ ആദ്യ ലെറ്റർ. ഇത് കേൾക്കുന്ന വക്കീലാവട്ടെ, ലെറ്റർ ഒന്നും തന്നിട്ടില്ലെന്ന് പറയാണ്. പെട്ടെന്ന് എന്തോ മനസ്സിൽ വരുന്ന ലോറയാവട്ടെ എഗ്രിമെന്റ് ഒന്നും സൈൻ ചെയ്യാതെ തന്നെ അവിടെ നിന്നിറങ്ങി അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക.